ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആമസോൺ ബേസിക്സിൻ്റെ സൗണ്ട് ബാറാണ്. അപ്പോൾ ഇത് നമുക്ക് ആമസോണിൽ നിന്നാണ് ഞാൻ എടുത്തേക്കണത്. ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെടുത്തപ്പോൾ 1300 റേറ്റ് വന്നത്. പിന്നെ ഇതിൻ്റെ പെറ്റിയാണ് ഇത് വരുന്നത്. ഇത് 25 വാട്ടിൻ്റെ സൗണ്ട് ബാറാണ് ആമസോണിൽ എടുക്കണേ. പക്ഷെ നമുക്ക് കിട്ടിയേക്കുന്നത് 20 വാട്ടിനാണ്. സാധനം സെയിം തന്നെ, പക്ഷേ ആമസോണിൽ കിടക്കുന്നത് 25 വാട്ടിനാണ്. പക്ഷേ നമുക്ക് കിട്ടിയേക്കുന്നത് 20 വാട്ടിൻ്റെയാണ്. നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സിനൊക്കെ മുമ്പ് പിന്നെ പെട്ടിയുടെ സൈഡിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണാം. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് വന്നത് ആമസോൺ ബേസിക്സ് സൗണ്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആമസോണിൻ്റെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റീസൈക്കിളിൻ്റെയൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതിൻ്റെ ശരിക്കുള്ള റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഫോക്കസ് ചെയ്ത് കാട്ടിയതാ. ഇതിൽ ബാക്ക് സൈഡിലായിട്ട് ശരിക്കുള്ള റേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മാനുഫാക്ചറിങ് ഇയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള റേറ്റ് ആണ് 3500 എന്നാണ് എഴുതിയേക്കണത്. 3500 അല്ല, 1300 രൂപയ്ക്ക് നമുക്ക് കിട്ടും ആമസോണിൽ. ഇപ്പോഴും കിടക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് ഇതെന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യാനായിട്ട് ഇവിടെ ഓൾറെഡി ഇത് തുറന്നിട്ടുണ്ട് നമ്മൾ പൊക്കിയ വഴിയിൽ. ഇതാണ് എൻ്റെ ഇത് വന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ യൂസർ മാനുവൽ തന്നെയുണ്ട്. ആമസോൺ ബേസിക്സിൻ്റെ യൂസർ മാനുവൽ തന്നെയുണ്ട്. ഇതിലങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് പറഞ്ഞ യൂസർ മാനുവലിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി ചേക്കാം. നമുക്ക് പെട്ടിയുടെ ഉള്ളിൽ ഉള്ള സൗണ്ട് ബാർ എടുക്കാം. പെട്ടിയുടെ ഉള്ളിൽ തന്നെ സൗണ്ട് ബാർ ഇരിക്കേണ്ട നമ്മുടെ നമുക്ക് പെട്ടി മാറ്റി ചേക്കാം. പെട്ടിയിൽ വേറെ ചാർജറും പിന്നെ ഒരു ഓക്സ് കേബിളുണ്ട്. അത് വേറെ വഴിക്ക് പോയതുകൊണ്ട് അത് കാണിക്കണില്ല. അത് എവിടെയാണെന്ന് പോലും അറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആമസോൺ ബേസിക്സിൻ്റെ സൗണ്ട് ബാർ വരുന്നത്. ബ്ലാക്കാണ് വരുന്നത്. കാണുമ്പോൾ ഇത് മാത്രം കാണിക്കുള്ളൂ. പക്ഷെ നമ്മൾ ഓർഡർ ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒരു നല്ല പല ഡിസൈൻ ആയിട്ടുണ്ട്. പിന്നെ ഡിസൈൻ കണ്ടറിയാൻ മനസ്സിലാക്കാം. പിന്നെ ബാക്ക് സൈഡിലൊരു ടൈപ്പ് ഡിസൈനാണ് വരുന്നത്. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡിസൈൻ്റെ പേരല്ല. പിന്നെ തിന്നിപ്പോട്ടിരിക്കേണ്ട അത്യാവശ്യം നല്ല പെട്ടൊരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഈ സൈഡിൽ പവർ ബട്ടൺ, പിന്നെ പോസ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്, മോഡ് ബട്ടൺ ഉണ്ട്. പിന്നെ നമുക്ക് മോഡ് എന്താ പറയുക, സ്വിച്ച് ചെയ്യാനുള്ളതുണ്ട്, മ്യൂസിക്കൊക്കെ മാറ്റാനുള്ളതുണ്ട്. അപ്പോൾ നമുക്കിത് ഓണാക്കണമെങ്കിൽ ഇതിൽ ഒരു 5 സെക്കൻഡിനൊക്കെ പഠിക്കാൻ പറ്റും. ഓണാക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റേ ടൈപ്പിലൊരു ഇതാണ് വരുന്നത്. എന്താ പറയുക, നമ്മുടെ ബോളിവുഡ് ടൈപ്പ് ഒരുമാതിരി ടോണാണ് വരുന്നത്. പിന്നെ ഇതിൽ ഓണാക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു ലൈറ്റ് ഇത് ഇവിടെയാണ് എൻ്റെ LED വന്നേക്കുന്നത്. പിന്നെ ഒരു ഇതാണ് അതിൻ്റെ ഉള്ളിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സാധനം ഇങ്ങനെ ഇവിടുത്തെ LED താഴ്ന്നൊത്തേക്ക് പോണേ. ആ വെട്ടം ഇങ്ങനെ നീങ്ങും തോറും കുറഞ്ഞുകൊണ്ടേയിരിക്കും ഉണ്ടാകും. അതാണ് അവിടെ മാത്രമേ LED ഉള്ളതുകൊണ്ടാണ് അത്. എവിടേക്കും വെട്ടം ഭയങ്കര കുറവാണ്. പിന്നെ ഇവിടെ ആയിട്ടൊരു ബ്ലിങ്ക് ചെയ്യുന്ന LED ഉണ്ട്. പിന്നെ നമുക്കിതിൽ മെയിനായിട്ട് വരുന്നത് ടൈപ്പ്-C പോർട്ടാണ് വരുന്നത്. പിന്നെ ഓക്സ് പോർട്ട് വരുന്നുണ്ട്. പിന്നെ SD കാർഡിൻ്റെ സ്ലോട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ USB-യുടെ സ്ലോട്ട് വരുന്നുണ്ട്. നമുക്ക് കേട്ടിട്ട് നമുക്ക് കോപ്പറേറ്റ് അടിക്കുന്നതുകൊണ്ട് നമുക്കൊരു 10 സെക്കൻഡിലൊരു പാട്ടിടാം. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്യാം.
ചെയ്യുമ്പോൾ അതുണ്ട് ഇവിടെ ഏറ്റവും മുകളിൽ എടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പെയർ ചെയ്തിട്ടുണ്ട് KB725R എന്നാണ്, പക്ഷേ 25 വാട്ടൊന്നുമില്ല. കണക്ട് ചെയ്തിട്ട് ഇനി ഒരു പാട്ടിടാം. സ്പോട്ടിഫൈയിലിടാം. നമുക്ക് കേൾപ്പിക്കാൻ മാത്രം നമുക്ക് പാട്ടിടണേ, വേറെ പാട്ടിടല്ല. കോപ്പറേറ്റ് അടിക്കുന്നുണ്ട്. നമുക്ക് ചുറ്റുമണി വേണം പാട്ടിടാം. ഇതാണ് എൻ്റെ ഓഡിയോ കിട്ടുമെങ്കിൽ കൂടുതൽ നമ്മൾ പാട്ടിട്ട് കഴിഞ്ഞാൽ കോപ്പറേറ്റ് അടിക്കുന്നതുകൊണ്ട് നമ്മൾ പാട്ടിടുന്നില്ല. അപ്പം നമുക്കിത് ഇത്രയൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഗുഡ് ബൈ. നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർ മിക്ക ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നത്. നമ്മളെ ഫസ്റ്റത്തെ വീഡിയോനെ മാത്രമേ എല്ലാവർക്കും വ്യൂസ് കിട്ടണുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഫസ്റ്റത്തെ വീഡിയോ പോലെ തന്നെ എല്ലാ വീഡിയോയും നമുക്ക് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടൻറ്റുകൾ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ചെയ്താൽ നമ്മൾ മാക്സിമം ചെയ്യാമെന്ന് നോക്കുന്നതാണ്. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.